ഫിഫ വേൾഡ് കപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന കോമ്പറ്റീഷനാണ്. പക്ഷേ ഇത്തവണ ഒരു ഷോക്കിംഗ് സിറ്റുവേഷനാണ് ഇന്ത്യയിലുണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ടൂർണമെൻറ്റ് ഒഫീഷ്യലി കാണാൻ പോലും പറ്റാതാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. അതെ, റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പോഴും ഇന്ത്യയിൽ ഫിഫ കപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റേഴ്സ് പിന്നോട്ടടിക്കുന്നത്? ക്രിക്കറ്റാണോ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ, അല്ലെങ്കിൽ ഫിഫയുടെ ഹ്യൂജ് ഡിമാൻഡാണോ പ്രശ്നം? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഴുവൻ കാര്യവും ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തവണ ഫിഫ വേൾഡ് ക്ലബ് സാധാരണ ടൂർണമെൻ്റ് അല്ല, എക്സ്പാൻഡഡ് ഫോർമാറ്റിൽ നടക്കുന്ന ഹ്യൂജ് ഗ്ലോബൽ ഇവൻ്റാണ്. യൂറോപ്പിലെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകൾ, ടോപ്പ് ഇൻ്റർനാഷണൽ സ്റ്റാർസ്, ഗ്ലോബൽ ഫുട്ബോൾ ഓഡിയൻസ് ഇതെല്ലാമുള്ള ടൂർണമെൻ്റ് ആയതിനാൽ ഫിഫ ഹ്യൂജ് ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂ പ്രതീക്ഷിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള വലിയ മാർക്കറ്റിൽ നിന്ന് വലിയ എമൗണ്ട് നേടാനാണ് ഫിഫ ശ്രമിച്ചത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിഫ ആദ്യം ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിനായി ഏകദേശം $100 മില്യൺ വരെ ഡിമാൻഡ് ചെയ്തുവെന്നാണ് പറയുന്നത്. പിന്നീട് എമൗണ്ട് കുറച്ചെങ്കിലും ഏകദേശം $35 മില്യൺ റേഞ്ചിലേക്ക് വന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്താണ് പറഞ്ഞത്? ആ എമൗണ്ട് കൊമേഴ്ഷ്യലി പ്രാക്ടിക്കൽ അല്ല. റിപ്പോർട്ട്സ് പ്രകാരം ബ്രോഡ്കാസ്റ്റേഴ്സ് ഏകദേശം $20 മില്യൺ റേഞ്ചിൽ മാത്രമാണ് ഓഫർ ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതായത് ഫിഫയും ഇന്ത്യൻ നെറ്റ്വർക്കും തമ്മിൽ ഹ്യൂജ് വാല്യുവേഷൻ ഗ്യാപ്പ് ഉണ്ടായി. ഇപ്പോൾ ചോദ്യം, ഇന്ത്യ പോലുള്ള വലിയ പോപ്പുലേഷനുള്ള രാജ്യത്ത് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ മാച്ച് ടൈമിംഗ് തന്നെയാണ്. ടൂർണമെൻറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. അതായത് ഇന്ത്യൻ ടൈം പ്രകാരം പല മാച്ചുകളും രാത്രി ലേറ്റ് അവേഴ്സിലാണ്, അല്ലെങ്കിൽ പുലർച്ചെയായിരിക്കും. ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം ഇന്ത്യയിൽ പ്രൈം ടൈം ഓഡിയൻസാണ് മോസ്റ്റ് വാല്യുബിൾ. ലേറ്റ് നൈറ്റ് മാച്ചിലേക്ക് വരുമ്പോൾ വ്യൂവർഷിപ്പ് കുറയും, അഡ്വർടൈസ്മെൻറ്റ് ഇൻട്രസ്റ്റ് കുറയും, റവന്യൂ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്തത്. ഇനി മറ്റൊരു വലിയ കാരണം ക്രിക്കറ്റ് ഡൊമിനൻസ് ആണ്. ഇന്ത്യയുടെ സ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് മാർക്കറ്റിൽ ഇപ്പോഴും ക്രിക്കറ്റ് തന്നെയാണ് കിങ്. പ്രത്യേകിച്ച് IPL പോലുള്ള ടൂർണമെൻറ്റുകൾക്കായി ബ്രോഡ്കാസ്റ്റേഴ്സ് ഓൾറെഡി ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഫുട്ബോൾ റൈറ്റ്സിനായി ഹ്യൂജ് അഡീഷണൽ സ്പെൻഡിങ് നടത്താൻ നെറ്റ്വർക്ക്സ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ ലോജിക്ക് സിമ്പിളാണ്. ക്രിക്കറ്റ് ഗ്യാരൻറ്റീഡ് റിട്ടേൺസ് നൽകുന്നു, പക്ഷേ ഫുട്ബോൾ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൊഫിറ്റബിളി ഇന്ത്യയിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് ഫുട്ബോൾ വലിയ ഫാൻ ബേസ് ഉണ്ടെങ്കിലും റവന്യൂ ലെവൽ ക്രിക്കറ്റിന് മാച്ച് ചെയ്യുന്നില്ല. ഇനി ഫാൻസ് പ്രതീക്ഷിച്ച് എന്തായിരുന്നു? സ്റ്റേറ്റ് ഓൺഡ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആയ പ്രസാർ ഭാരതി അല്ലെങ്കിൽ ദൂരദർശൻ റൈറ്റ്സ് വാങ്ങുമോ എന്നായിരുന്നു. കാരണം വലിയ ഇൻ്റർനാഷണൽ ഇവൻറ്റ് സമയത്ത് ചിലപ്പോൾ ദൂരദർശൻ ബാക്കപ്പ് ബ്രോഡ്കാസ്റ്റേഴ്സായി വരാറുണ്ട്. പക്ഷേ റിപ്പോർട്ട്സ് അനുസരിച്ച് ടൂർണമെൻറ്റ് റൈറ്റ്സ് സെക്യൂർ ചെയ്യുന്നത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നാണ് അവർ പറയുന്നത്. അതോടെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് വലിയ അൺസർട്ടനിറ്റിയിലാണ്. ഇപ്പോൾ ഫാൻസ് സൈഡിൽ നിന്ന് വലിയ ക്രിറ്റിസിസം ഉയരുന്നുണ്ട്. പലരും പറയുന്നത് ഇന്ത്യ ഫുട്ബോൾ മാർക്കറ്റിനെ ബ്രോഡ്കാസ്റ്റേഴ്സ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നാണ്. കാരണം യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളും ഫിഫ ടൂർണമെൻറ്റും ഇന്ത്യയിൽ മാസീവ് യൂത്ത് ഓഡിയൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ്, സ്ട്രീമിംഗ് ഓഡിയൻസ്, ഫുട്ബോൾ കമ്മ്യൂണിറ്റീസ് ഇവയൊക്കെ വർഷം തോറും വളരുകയാണ്. പക്ഷേ ബ്രോഡ്കാസ്റ്റേഴ്സ് പ്യുവർലി ബിസിനസ് ആംഗിളിലാണ് നോക്കുന്നത്. അവർക്ക് ബിഗ്ഗസ്റ്റ് കൺസേൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ കഴിയുമോ എന്നതാണ്. ഇപ്പോഴുള്ള ചോദ്യം, അവസാന നിമിഷം എഗ്രിമെൻറ്റ് ഉണ്ടാകുമോ? അതിന് പോസിബിലിറ്റി ഇപ്പോഴുമുണ്ട്. കാരണം ഇന്ത്യ പോലുള്ള ഹ്യൂജ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി മിസ് ചെയ്യാൻ ഫിഫയ്ക്കും താല്പര്യമില്ല. അതുപോലെ ഫാൻസ് പ്രഷർ കൂടിയാൽ ബ്രോഡ്കാസ്റ്റേഴ്സ് കോംപ്രമൈസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഈ സംഭവം ക്ലിയർലി കാണിച്ചു തരുന്നു. ഇന്ത്യയിൽ ഫുട്ബോൾ പോപ്പുലാരിറ്റി വളരുന്നുണ്ടെങ്കിലും ബിസിനസ് പവർ ഇപ്പോഴും ക്രിക്കറ്റിനാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്.